വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം നമ്മളുടെ നാട്ടിലുള്ള വിഷുവാണ്. അപ്പോൾ അതാ അമ്മ ഇവിടെ നല്ല അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കസിൻ്റെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് നമ്മൾ വിഷു ആഘോഷിക്കാൻ പോണത്. അപ്പോൾ അതാ നമ്മൾ കസിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഓരോ കറികളായിട്ട് ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് നമ്മൾ സദ്യ കഴിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ, അതുപോലെ നമുക്ക് ഗെയിംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്നപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് അടുപ്പിൽ നല്ല പായസം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടൈം ആവുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കവറിൽ അവരവരുണ്ടാക്കിയ ഓരോ കറികൾ ആയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും എത്തിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിംസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലോ കേരളത്തിലെ ചൂട്. നല്ല ഇവിടെ ഫുള്ള് ജാതിക്കത്തോട്ടം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇരുന്ന് സെറ്റ് ചെയ്യാണ്. പടികൾ തുടങ്ങുകയായി. അതിനു മുമ്പായി ഇതിനു വേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്ത വിനയനും കുടുംബത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ആനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാനനിർത്തരി കേട്ടു തരിച്ചു നിന്നു നീലമാന്തങ്ങൾ താളമടിക്കാൻ പോലും മറന്നു സുന്ദരരാഗമായൻ പൊൻ on the rivers and the ships sail on the seas, but the clouds that sail across the sky are prettier than these. There are bridges on the rivers as pretty as you please, but the bow that bridges heaven and overtops the trees and builds a road from earth to sky is prettier far than these. ഒരാള് വേണം കൂടെ പോകാൻ. എന്തോന്നാ ഉകയിലെന്ന് പറയൂല. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നു ബക്കറ്റടക്കം നോക്കിക്കൊണ്ടേരുന്നുള്ളൂ.
അങ്ങനെ എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കഴിക്കാനായിട്ടിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, പിന്നെ സദ്യ ആകുമ്പോൾ ഒന്നും കൂടിയാണ്, പിന്നെ നമ്മൾ വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ ആഘോഷിക്കട്ടെ. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന ഓരോ കറികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് മീൻസ് എല്ലാ കൂട്ടം കറിയും നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ നമ്മൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എല്ലാതും വിളമ്പാം. അങ്ങനെ ആദ്യം ഫസ്റ്റ് മുതിർന്നവരൊക്കെ ഇരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വന്നിരുന്നിട്ട് സദ്യ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളമ്പിയൊക്കെ തരാണ്. അപ്പോൾ അടിപൊളി സദ്യ കാര്യങ്ങളൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ റിട്ടയേർഡ് ലോക്കോ പൈലറ്റായ ജോഷി പാപ്പൻ്റെ കുറച്ച് അറിവുകൾ നമ്മൾക്ക് കേൾക്കാം. ഷോമാണ് 2 ദിവസം വർഷത്തില് 2 ദിവസം സമയം. അപ്പൊ പഴയ കാലത്ത് നമ്മളുടെ വർഷം ആരംഭിക്കുന്നത് മേടമാസം എന്ന് പറഞ്ഞിട്ടാണ്. മേടം 1 വർഷം ആരംഭം. അത് പിന്നെ മാറിയത് ചിങ്ങമാസമാണ് ഇപ്പൊ നമ്മളുടെ മലയാള വർഷം. അത് കൊല്ലവർഷം ആരംഭിച്ചതിന് ശേഷമാണ് അതിലോട്ട് മാറിയത്. പിന്നെ നമ്മളെ ആംഗലേയ കലണ്ടർ പ്രകാരവും ഏപ്രിൽ 1 ശരിക്കും വർഷാരംഭമായിരുന്നത്. പിന്നെ അത് നമ്മളെ നെപ്പോളിയന്റെ കാലത്താണ്. നെപ്പോളിയനാണ് അത് പുള്ളിയുടെ ആധിപത്യം കാണിക്കാൻ വേണ്ടിയാണ് അത് മാറ്റിയത്, ജനുവരിയിലോട്ട് പോയത്. ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1. അത് ആ പഴയ ഇത് മാറ്റിയിട്ടില്ല, അത് ഇപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത് പറഞ്ഞ മാതിരി ഈ കാർഷികപരമായിട്ട് ഇത് വളരെ പ്രത്യേകതകളുണ്ട്. ഈ വിഷുവിന്റെ അന്നായിരിക്കും എല്ലാ വർഷവും പൂർണ്ണ ചന്ദ്രോദയം ഉണ്ടാവുന്നത്. അതായത് അതിന് നമ്മളെ വെളുത്ത പക്ഷം കഴിഞ്ഞ് കറുത്ത പക്ഷത്തിലോട്ട് ആരംഭിക്കുകയാണ്. അപ്പോ വിഷുവിന്റെ അന്ന് തൊട്ട് 10 ദിവസം മേടപ്പത്ത് എന്ന് പറയും. ഈ മേടപ്പത്ത് വരെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നടുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കറിയില്ല, കൃഷി ചെയ്യുന്നവർക്ക് കിഴങ്ങ് വർഗ്ഗം തന്നെ ചേന, ചേമ്പ്, കാച്ചില്, കൂർക്ക, കപ്പ. കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളിക്കിഴങ്ങല്ല കേട്ടോ, മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ളത്. ഇങ്ങനെയുള്ള 6 ഇനങ്ങളും നടുന്നത് ഈ 10 മേടപ്പത്തിനുള്ളിലാണ്. അതുകൊണ്ട് പല സ്ഥലത്തും കേൾക്കാം മേടപ്പത്ത് കഴിയാണ്ട് പോകരുതെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? അന്ന് പണിയുണ്ട് വീട്ടില്. ഈ കൃഷിക്ക് പോണത് നാട്ടുകാരല്ല, നമ്മളെ വീട്ടിലെ കൃഷി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ പോകുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിന്നൊക്കെ നടന്നു. കാരണം ശുക്ലപക്ഷത്തിലല്ല, കറുത്ത പക്ഷത്തില് നട്ടാല് എന്താ കൃഷി അഭിവൃദ്ധിപ്പെടുള്ളൂ. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. അതായത് വെളുത്ത പക്ഷം കറുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ അറിയോ? വെളുത്തവാവ് കഴിഞ്ഞുള്ള 15 ദിവസത്തെ കറുത്ത പക്ഷമെന്നും കറുത്തവാവ് കഴിഞ്ഞുള്ള 15 ദിവസത്തെ വെളുത്ത പക്ഷമെന്നും പറയും. ഈ വെളുത്ത പക്ഷത്തിലൊന്നും നടരുതെന്ന് പറയും. വെളുത്ത പക്ഷത്തിൽ നട്ടു കഴിഞ്ഞാല് ഇത് ദാനം കുറവായിരിക്കും എന്ന് പറയും, ഫലം കുറവായിരിക്കും. അതാണ് ഒന്ന്. പിന്നെ ഈ സമത എന്ന് പറയുന്നില്ല നമ്മളുടെ, അതാണ് ശരിക്കും ശാസ്ത്രീയമായ വശം. വൈദികമായ വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമത. എന്താണ് ഈ സമത എന്ന് പറയുന്നത്? സമത എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒന്നായിട്ട് വരുന്നത്. നമ്മൾ കണി വയ്ക്കുന്നതിന്റെ ശാസ്ത്രീയമായ വശം അവിടെ വരുന്നത്. എന്താ ഈ കണിയിൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ? ഫ്രൂട്ട്സ് ഒന്നല്ല വെക്കുക, അത് ഇപ്പോഴത്തെ സ്റ്റൈലാണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതാണ്, നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രം, അത് ഓടിന്റെ പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് നമ്മൾ തേച്ച് മിനുക്കിയിട്ടാണ് നമ്മൾ കണി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് അതാണ്. അതിൽ വെക്കുന്ന സാധനങ്ങൾ എന്താണ്? നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ചുറ്റുപാടുമുള്ള കാർഷികമായിട്ടുള്ള വിളകൾ വെച്ചുകൊണ്ട് അതിൽ ഭഗവാന്റെ മുന്നിലാണ് ഇത് സമർപ്പിക്കുന്നത്. കൃഷ്ണന്റെ മുന്നിൽ വെക്കുമ്പോൾ വേറെ പല സാധനങ്ങളും നമ്മൾ വെക്കും. അപ്പൊ അതില് നമ്മൾ ഈ വിഷവം എന്ന് പറയുന്നത് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. വിഷുവത്തില് നമ്മൾ അതായത് ഒരു വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തോട്ടുള്ള എല്ലാ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവണം. പഴയ കാലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയും
കന്നുകാലി വളർത്തലുമാണ്. വേറെ വ്യവസായമൊന്നും നമുക്കില്ല. എല്ലാവർക്കും ഉള്ള വ്യവസായം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഈ രണ്ടും അഭിവൃദ്ധിപ്പെടണം. അതിനു വേണ്ടി നമ്മൾ ഭഗവാനോട് സമർപ്പിക്കുന്ന ഒരു സങ്കല്പത്തോട് കൂടി വിഷുക്കണി ഉണ്ടാക്കുന്നു. അതിന് പച്ചക്കറികൾ വെച്ചു, അതിന്റെ കൂടെ നമ്മൾ ഒരു കണ്ണാടി വെക്കും, ഒരു സ്വർണം വെക്കും, ഒരു ഗ്രന്ഥം വെക്കും. അറിവ് വർദ്ധിക്കണം, സമ്പത്ത് വർദ്ധിക്കണം, നമ്മളുടെ കാഴ്ചകൾ വർദ്ധിക്കണം, നമുക്കുണ്ടാവണം, ഇതെല്ലാം ഉണ്ടാവണം. ആ ഒരു സങ്കല്പത്തോടു കൂടി നമ്മൾ അതെല്ലാം തേച്ച് മിനുക്കി. ആ പാത്രം തേക്കുമ്പോൾ നമ്മളുടെ മനസ്സാണ് അതിനെ തേച്ച് മിനുക്കുന്നത്. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടതകളും പോയി നമ്മൾ ആ മിനുങ്ങി നല്ല ഒരു വർഷം ആ വർഷം വരണം. അതിനുവേണ്ടി ആ മിനുക്കി ഇത് വെച്ച് നമ്മൾക്ക് അറിവ് വരണം. അതിന് ഗ്രന്ഥത്തെ വെക്കുന്നു, സമ്പത്ത് വരണം, കാർഷിക വിളകൾ വരണം. അതിനുവേണ്ടി ഇതെല്ലാം വെച്ച് ഭഗവാനോട് എന്താ പറയുക സമർപ്പിച്ചു കണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണത്. അതേമാതിരി വേറെ ഒന്നുണ്ട്. ഇത് ആരംഭിക്കുന്ന സമയം, അതായത് ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായണം. അതറിയില്ല ദക്ഷിണായനം. ഇതിപ്പോ ദക്ഷിണായനത്തല്ല, ഉത്തരായണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സൂര്യൻ വടക്ക് നിന്ന് വടക്ക് വന്നു. ഇനി ദക്ഷിണായനത്തിലോട്ട് പോവുകയാണ്. ദക്ഷിണായനത്തിന്റെ തെക്ക്. ദക്ഷിണായനത്തിലോട്ട് പോകുന്ന സമയം തുടങ്ങി, അതായത് മേടം വിഷു വരെയാണ് ഉത്സവങ്ങളുടെ കാലം. വിഷു കഴിഞ്ഞാൽ പിന്നെ ഉത്സവം കുറയും. അതായത് ദക്ഷിണായനത്തിൽ ഉത്സവം ഉണ്ടാവില്ല. അതെന്താ കാരണം? ഉത്തരായണത്തിലാണ് ഉത്സവം ഉണ്ടാവുക. ഭീഷ്മര് മരിച്ചത് ഉത്തരായണത്തിലാണ്. കേട്ടില്ല? ഈ ശരശയ്യെ കിടന്നിട്ട് പുള്ളി മരിക്കില്ല, ഞാൻ ഉത്തരായണത്തിൽ മരിച്ചോളാം തോന്നും. എന്താ കാര്യം? അതായത് ഉത്തരായണം ദക്ഷിണായനം ഉണ്ട്. ഒരു ദേവവർഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വർഷമാണ് ദേവന്റെ ഒരു ദിവസം. നിനക്കറിയോ? ദേവന്മാർക്കും പൃഥുക്കൾക്കും മനുഷ്യന്റെ ഒരു വർഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചേർന്നിരുന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വിഷു ആഘോഷം 2025 വിഷു ആഘോഷം നമ്മളുടെ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. 1, 2